ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായ സ്തോത്രം. പകലിൻ്റെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളെ ശാന്തമായി വിടുവിച്ച് കർത്താവേ, വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയുടെ സൗന്ദര്യം ദർശിപ്പാൻ, അവിടുത്തെ ദിവ്യവചനത്തിലൂടെ അങ്ങയുടെ ദിവ്യ സ്വരം കേൾക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുന്ന് വിളിച്ചു ചേർത്ത കൃപയ്ക്ക് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ദിവ്യദൂതാക്കി തീർക്കണമേ. ബലഹീനനായ അടിയൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന വാക്കുകളല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ ദൂത കേട്ട് മടങ്ങുവാൻ ബലഹീനരായ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കണമേ. എല്ലാ കാലവും ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് ഞങ്ങളെ മാറോടണയ്ക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ദിവ്യ ദൂതിൻ്റെ ദിനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ നാളുകളാകുവാൻ അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ പേരുകാരായ ഞങ്ങൾ രണ്ടും അവിചാരിതമായിട്ട് ഇങ്ങനെ ഈ വിശുദ്ധ ദേവാലയത്തിൽ എത്തിയെന്നുള്ളത്. അതിൻ്റെ ഒരു ദോഷമുണ്ട്, ഞാനത് പറയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദോഷമുണ്ടായില്ല. രണ്ടാമതെൻ്റെ സന്തോഷം സക്രിയാച്ചനെ കണ്ടതിലാണ്. എത്ര നാളുകൾക്ക് ശേഷമാണ് വേണ്ടത്. ചുങ്കത്തറ മാർത്തമ്മ കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. 2 വർഷം പഠിച്ചു. അന്നത്തെയും അലക്സാണ്ടർ വലിയ തിരുമേലിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചതിന് ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് ഞങ്ങളുടെയൊക്കെ ആവേശമായിരുന്നു. സക്കറിയാച്ചൻ യഥാർത്ഥത്തിൽ ഞാൻ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു, എങ്കിലും എൻ്റെ ഗുരുസ്ഥാനീയനാണ്. പിന്നീട് ഞങ്ങൾ ഒരേ ദേശത്ത് കോഴിക്കോട് കത്തീഡ്രലിൽ ഞാൻ വികാരിയായും സെൻറ്റ് പോൾസിൽ അച്ഛൻ വികാരിയായും അന്നും ഞാൻ ഗുരുവായിട്ടേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെ കാണുന്നു. ഗുരുവന്ദനം. മറ്റ് സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, ഈ കൊയറുകാരുടെ പാട്ടുകൾ അധികം കേൾക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ദുഃഖമേ എനിക്കിന്നുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സംഗീതം. ഞാൻ വലിയ പാട്ടുകാരനല്ല, എന്നാലും നിങ്ങളെപ്പോലൊക്കെ കുറച്ച് മൂളാൻ പഠിച്ചിട്ടുണ്ട്. ഇത്രയും ദേവാലയം നിറഞ്ഞിരിക്കുന്ന ആളുകളെ കണ്ടതിൽ സന്തോഷം. ഇനി ഒരേ പേരുകാർക്കുണ്ടാകുന്ന പ്രതിസന്ധി. തിരുമേനിയെ വാഴിച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ്. നമസ്കാരം കഴിഞ്ഞ് ഞാൻ മുറിയിലെത്തിയ ഉടനെ എനിക്കൊരു ഫോൺ കോൾ. നല്ല രാവിലെയാണ്, 6-6:15 തിരുമേനി, ഞാൻ ഇന്ന അച്ഛനാണ്. പേര് കേട്ടുടനെ, സ്വരം കേട്ടുടനെ എനിക്ക് പരിചിതനായ ആളാണ് എന്നെനിക്ക് തോന്നി. എന്നാൽ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം കടന്നു പോകുന്ന അദ്ദേഹത്തിനെതിരെ സഭ കൈക്കൊണ്ട നടപടി. അന്നേരമാണ് എൻ്റെ ശ്രദ്ധയിൽ, അടുത്ത കാലത്ത് ഓർത്തഡോക്സുകാരെ നടപടിയൊന്നും എടുത്തില്ലല്ലോ, പിന്നെ എടുത്തത് എനിക്കെതിരെയാണ്. അല്ലാതൊന്നും ആരും എടുത്തിട്ടില്ലല്ലോ. ഇതേതാ കുറേ കാര്യങ്ങൾ അച്ഛനങ്ങ് പെട്ടെന്ന് അച്ഛൻ ആവേശത്തിൽ അച്ഛൻ്റെ ദുഃഖങ്ങളങ്ങ് ഷെയർ ചെയ്യുകയാണ്. അത്ര സുഖകരമായൊരു വിഷയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കേറി, അച്ഛൻ ഏത് അഫ്രേം തിരുമേനിയാണ് ഉദ്ദേശിച്ചത്? ഇത് സക്രിയാസ് അഫ്രേം തിരുമേനിയല്ലേ? ഞാൻ പറഞ്ഞു അതെ, പക്ഷേ ഞാൻ ഓർത്തഡോക്സിലെയാ, അച്ഛൻ നേതരാ. അയ്യോ എൻ്റെ തിരുമേനി ക്ഷമിക്കണേ. എന്നിട്ട് അദ്ദേഹം പാവം പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യമൊന്നും തിരുമേനി, ഞാൻ സത്യമായിട്ട് അച്ഛാ, ഇത് എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തിട്ട് പോലും കിടക്കുകയില്ല. അച്ഛൻ ധൈര്യമായിട്ട് മുൻപോട്ട് പോയിക്കോ, ഇതൊന്നും വെളിയിൽ വരികയില്ല. അങ്ങനെയൊരു അപകടമുണ്ടെന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് 2 പേർക്കും വല്ല അപകടം ഉണ്ടാകുന്നത്. പിന്നെയും പല കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഓർത്തഡോക്സ് വേണോ, മാർത്തോമ വേണോ?
അതിന് ശേഷമേ സംഭാഷണം തുടങ്ങിയിട്ടുള്ളൂ. ചിലർ കൃത്യമായിട്ടും എന്നെ തന്നെയായിരിക്കും, മാർത്തോമാക്കാർ തന്നെയായിരിക്കും എന്നെ വിളിക്കുന്നത്. ആ തിരുവേനി തന്നെ, ആ തിരുവേനി എന്ന് പറയുന്ന നേരത്തെ ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെയൊരു അനുഭവം കൂടെ ഉണ്ട് എന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമേ മെത്രാപ്പോലീത്തയോടുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിക്കണമെന്ന് കർശനമായി അദ്ദേഹം നിർദ്ദേശം നൽകി എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. എന്നെ വളരെയേറെ വാത്സല്യത്തോടെ കാണുന്ന ഒരു പിതാവാണ് അദ്ദേഹം. പല വേദികളിൽ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ കാലിൽ തട്ടി, കൊള്ളാം, വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ, പക്ഷേ വളരെ എനിക്കറിഞ്ഞുകൂടാ, വളരെ വാത്സല്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നന്ദി, സ്നേഹവും ഭക്തി ഞാൻ അറിയിക്കുകയാണ്. എന്നെ ഇതിലേക്കായിട്ട് അദ്ദേഹം പ്രത്യേകം നിയോഗിച്ചു, അല്ലെങ്കിൽ ക്ഷണിക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നത്. ഇന്നത്തെ പാഠഭാഗം വായിച്ച് കേട്ടതാണ്, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും തന്നെ പരിചിതമായിരിക്കുന്ന ചില വാക്കുകളാണ് യഥാർത്ഥത്തിൽ അത്. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ യാത്ര തുടങ്ങി. ഏതാനും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് അവരുടെ ഈ ദീർഘമായ യാത്രയിൽ പ്രയാസങ്ങളും പ്രതികൂലതകളും ഏറെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഏറെ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ശാരീരികമായ ബലം കിട്ടേണ്ടതിന്, അല്ലെങ്കിൽ ക്ഷീണം അകറ്റാനായിട്ട് യഹോവ തന്നെ ചില ദേശങ്ങൾ കണ്ടെത്തും. അത് ആ ദേശങ്ങളെന്ന് പറയുന്നത് കുറച്ച് നാൾ അവർക്കവിടെ പാർക്കുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള ദേശങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ടോ, വെള്ളം ആവശ്യത്തിന് കിട്ടുന്ന ദേശമാണോ, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകാൻ ഇടയുള്ള ദേശമാണോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ മോശയ്ക്ക് യഹോവ നിർദ്ദേശം നൽകുന്നത്. നീ ജനത്തോട് പറയുക, ഈ ദേശത്ത് പാളയം ഇറങ്ങുക. പാളയം ഇറങ്ങുക എന്നുള്ളത് ക്യാമ്പ് ചെയ്യുക എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. കുറച്ച് നാൾ പാർക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സീൻ മരുഭൂമിയിൽ നിന്ന് അവരെ യാത്ര തിരിച്ചു. കുറച്ച് കഴിഞ്ഞ് രഫീദീമിലെത്തിയ ഉടനെ യഹോവയുടെ കൽപ്പനയുണ്ടാവുകയാണ് ജനത്തോട് രഫീദീമിൽ പാളയം ഇറങ്ങുവാനായിട്ട്. ഇതേ ഭാഗം തന്നെ സംഖ്യാപുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളോടെ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ഭാഗത്തും ഇത് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ രഫീദീമിൽ ഇസ്രായേൽ ജനം പാളയം ഇറങ്ങുകയാണ്. ന്യായമായിട്ട് വളരെ ദീർഘദൂരം സഞ്ചരിച്ച് അവശരായി ക്ഷീണിതരായി എത്തിയിരിക്കുന്ന ഇവരെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് കുടിക്കുവാനായിട്ടുള്ള അല്പ ദാഹജലമാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കൽപ്പന പ്രകാരം പ്രയാണം ചെയ്ത് രഫീദീമിൽ എത്തി, പാളയം ഇറങ്ങി. എന്നാൽ അവിടെ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. ഒരു വലിയ കോൺട്രഡിക്ഷനാണ്. യഹോവയുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് തന്നെ പാളയം ഇറങ്ങുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പന കിട്ടിയതുകൊണ്ട് അത് പ്രയാണം ചെയ്യുന്ന ജനത്തെ അറിയിച്ച് അവർ രഫീദീമിൽ പാളയം ഇറങ്ങിയെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ടിയിരുന്ന ദാഹജലം ആ ദേശത്തില്ലായിരുന്നു എന്നത് യഥാർത്ഥത്തിൽ യഹോവയുടെ കരുതലിൻ്റെ കുറവായിരുന്നുവോ? അവർ നേരിട്ട വലിയ പ്രതിസന്ധിയാണത്. തുടർന്ന് സംഭവിച്ചതൊക്കെ പറയുന്നുണ്ട്. ജനങ്ങളെല്ലാം വല്ലാതെ അക്രമകാരികളായിട്ട് മാറുകയാണ്. അവർ മോശ എറിയുവാനായിട്ട് കല്ലുകളെടുത്തു. ജനമെല്ലാം പെറുപെറുക്കുകയാണ്. അവരെല്ലാം തന്നെ മോശയ്ക്കെതിരായിട്ട്. അഹറോൻ കൂടെ ഉണ്ടെങ്കിലും അഹറോൻ സൗകര്യാർത്ഥം കൈ കഴുകുന്ന, എല്ലാ ആദരവോടുകൂടിയാണ് കൈ കഴുകുന്ന ആളാണെന്നും പുറപ്പാട് പുസ്തകത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 32-ാം അധ്യായത്തിൽ നിന്നാൽ കാളക്കുട്ടി ഉണ്ടാക്കിയ ചരിത്രം പറയുന്നുണ്ടല്ലോ. അവിടെ ജനത്തോട് സകല സ്ത്രീകളോട് സ്വർണം ചോദിച്ച് വാങ്ങിയിട്ട് അത് തീയിലിട്ട് കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൈ കൊടുത്തതാണ്. മോശ കൽപ്പനയുമായിട്ട് ഇറങ്ങി വരുന്ന നേരത്തെ കേൾക്കുന്നത് ഈ കാളക്കുട്ടിയെ തുള്ളിക്കുന്ന ശബ്ദമാണ്. കോപിഷ്ഠനായ അദ്ദേഹം അതാൽ എറിഞ്ഞ് പൊട്ടിച്ചു. അതുകൊണ്ടും തീർന്നില്ല, ആ കാളക്കുട്ടിയെ ചുട്ടുകരിച്ച് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നതിനിടയായി.
അനേക ആളുകളെ വാളുകൊണ്ട് കൊന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അഹറോനോട് മോശ ചോദിക്കുന്നുണ്ട്, അഹറോനെ, ഇത്രയും അധപ്പതിക്കുവാനായിട്ട് ഈ ജനം എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞത് എന്താ? അങ്ങ് പോയിട്ട് കുറേ ഏറെ നാളായി, തിരിച്ചു വരാൻ വൈകുന്നു എന്ന് കൊണ്ടുടനെ അവരെല്ലാം കൂടെ എൻ്റെ അടുക്കൽ വന്നു, കുറേ സ്വർണം എൻ്റെ തന്നു, ഞാനതെല്ലാം കൂടെ തീയിൽ വലിച്ചെറിഞ്ഞതാ, ഈ കാളക്കുട്ടി പൊങ്ങി വന്നു. ഇതാണ് നടന്നത്. കാളക്കുട്ടി പൊങ്ങി വന്നതല്ല, കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ആ ആള് പറയാണ്, ഇതങ്ങ് പൊങ്ങി വന്നു, അവരുടെ അടുത്ത് ആഘോഷിച്ചു. വിശ്വാസികൾ ഓർത്തിരിക്കണേ, ഞങ്ങൾ അച്ഛന്മാരും എത്രാച്ചന്മാരും വേണ്ടി വന്ന ചിലപ്പോൾ ഞങ്ങളിതുപോലൊക്കെ കൈയെഴുകുന്നവരാണ്. ഇത് മോശ ഒരിക്കലും 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 ഇത്തരത്തിൽ തൻ്റേതല്ലാത്ത കുറ്റങ്ങളുടെയും ഭാരം ഏറ്റെടുക്കുന്ന ആളാണ്. ഈ ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ കല്ലെറിയുവാനായിട്ട് അവർ തുടങ്ങി. അദ്ദേഹം ചെയ്തതെന്താണ്? 2 രീതിയിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, ജനത്തിന് കുടിക്കുവാനായിട്ട് ദാഹജമില്ലായിരുന്നു എന്ന വളരെ ഗുരുതരമായ പ്രതിസന്ധി. ഇന്നലെ വന്ദനായ തോമസ് അച്ഛൻ്റെ പ്രസംഗത്തിൽ പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി ഇന്നുണ്ടായതല്ല. ഇസ്രായേൽക്കാരുടെ കാലം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് ക്രൈസ്തവ സഭയുടെ ആരംഭകാലം മുതലേ പ്രതിസന്ധികളാണ്. മലങ്കരയിലും ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ. പക്ഷേ അത് സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെതായിരുന്നില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ തമ്മിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കുണ്ടായ അകൽച്ചകളാണ്. എന്തെങ്കിലും ആവട്ടെ, പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ഈ പ്രതിസന്ധിയെ നേരിടുന്നതിന് 2 രീതിയിലുള്ള പ്രതികരണങ്ങൾ ആദ്യം കാണുന്നുണ്ട്. അതിലാദ്യത്തേത് മോശയുടേതും രണ്ടാമത്തത് യഹോവയുടേതുമാണ്. മോശയുടെ പ്രതികരണം എങ്ങനെയാണ്? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അദ്ദേഹം മുട്ടുകുത്തി യഹോവയോട് നിലവിളിച്ചു. നിലത്ത് മുട്ടുകുത്തി യഹോവയോട് നിലവിളിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ആദ്യ സംഭവം അല്ലിത്. ഇസ്രായേൽക്കാരെ കനാനിലേക്കുള്ള യാത്രയിൽ ഉടനീളം അദ്ദേഹം നിലവിളിക്കുന്ന നേതാവിനെയാണ് യഥാർത്ഥത്തിൽ വരച്ചു കാട്ടിത്തന്നത്. കണ്ണിന് കരയുക എന്ന വാക്കിനും നിലവിളി എന്ന വാക്കിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കരയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് സാധാരണമായിട്ട്, നിലവിളിക്കുന്നത് എങ്ങനെ? കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പേടിച്ച് നിലവിളിക്കുന്നത് ഒച്ച വെച്ചാണ്. ഇവിടെ മോശ നിലവിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദനയുടെ തീവ്രത യഥാർത്ഥത്തിൽ ആ ഒറ്റ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവജനത്തിനു വേണ്ടി മുട്ടുകുത്തി നിലവിളിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുന്ന പ്രതികരണം പ്രതിസന്ധികളെ നേരിടുവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. ഒരാളൊരു നല്ല ക്രൈസ്തവ നേതാവാകണമെങ്കിൽ, ഒരു നല്ല മെത്രാച്ചനാകണമെങ്കിൽ, ഒരു നല്ല വൈദികനാകണമെങ്കിൽ, ഒരു ഇടവക ശാന്തമായിട്ട് പോകണമെങ്കിൽ, ഒരു ഭദ്രാസനം ശാന്തമായിട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടത് ധനമല്ല, അതിന് വേണ്ടത് അംഗസംഖ്യയല്ല, അതിന് വേണ്ടത് കണ്ണുനീരൊഴുക്കുന്ന വൈദികൻ ഇടവകയിലും കണ്ണുനീരൊഴുക്കുന്ന മെത്രാശൻ ഭദ്രാസനത്തിലും ഉണ്ടെങ്കിൽ അവിടെ ശാന്തതയുണ്ടായിരിക്കും. കണ്ണുനീരൊഴുക്കുന്ന നേതാക്കന്മാരുടെ അഭാവമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭ ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആരുമില്ല എന്നല്ല അർത്ഥമാക്കുന്നത്, പക്ഷേ അതിൻ്റെ എണ്ണം കുറയുകയാണ്. മോശ നിലത്ത് കവിണ് വീണ് യഹോവയോട് നിലവിളിക്കുകയാണ്, യഹോവേ, ഈ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ല. അദ്ദേഹത്തിൻ്റെ കൺസേൺ അതാ. രണ്ടാമതേ ഉള്ളൂ, ഇവരെന്നെ കല്ലെറിയാൻ തുടങ്ങും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആലോചന കഴിക്കുന്നത് സർവശക്തനോടാണ്. ആലോചന കഴിക്കുന്നതിൻ്റെ മെത്തഡോളജി അത് കണ്ണുനീരിൻ്റെതാണ്. ഇന്ന് ക്രൈസ്തവ സഭ, ഒട്ടുമിക്ക സഭകളും ഈ മെത്തഡോളജി കൈവിട്ടിട്ട് എങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ അധികാരമുള്ളവരെ പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ അവരുടെ സഹായം തേടിയോ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. എല്ലാവരും അങ്ങനെയല്ല.
ഭൂരിപക്ഷമുള്ള ആളുകൾ അങ്ങനെയാണ്. എല്ലാവരെയും മാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുക, എല്ലാ മതങ്ങളോടും സ്നേഹത്തോടും സഹവർത്തിത്വം നടത്തുക. എന്നാൽ നമ്മുടെ ബലം, നമ്മുടെ ആശ്രയം സർവശക്തനായ കർത്താവിലാണ്. അവൻ്റെ മുമ്പാകെ മുട്ടുമടക്കി അവൻ്റെ മുമ്പാകെ കണ്ണുനീരൊഴുക്കുവാനായിട്ട് തയ്യാറാകുന്ന നേരത്താണ് യഹോവയുടെ സ്വരം കേൾക്കുവാൻ സാധിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പ്രതികരണം. യഹോവ മോശയോട് 3 കാര്യങ്ങൾ പറയുകയാണ്. ആദ്യത്തേത്, നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്തുകൊണ്ട് ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നേരെ പോവുക. എവിടേക്കാണ്? ഹോറേബിലേക്ക്. പാറയെ നീ അടിക്കണം. പാറയിൽ ഞാൻ നിൽക്കും. ജനത്തിന് കുടിക്കുവാനുള്ള നീരുറവ, ദാഹജലം നിനക്കവിടെ ലഭിക്കും. ഇതാണ് 3 നിർദ്ദേശങ്ങളും. നദിയെ അടിച്ച വടി കയ്യിലെടുക്കുക, ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ടു പോവുക, ഹോറേബിൽ പാറയെ അടിക്കുക. ഈ 3 നിർദ്ദേശങ്ങൾ നൽകിയാണ് യഹോവയുടെ പ്രതികരണം. രണ്ടാമത്തേതിലേക്ക് വരാം. ഈ പ്രതികരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനായിട്ട് തോന്നിയേക്കാം, അങ്ങനെയും വ്യാഖ്യാനിക്കാം. നമുക്ക് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വേദപുസ്തക പഠനത്തിൽ ആദ്യ നൂറ്റാണ്ടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നും മറ്റ് മോഡേൺ മെത്തഡോളജിക്കൽ സ്റ്റഡീസൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാം. എങ്കിലും നദിയെ അടിച്ച വടി യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് മോശയ്ക്ക്. ആ വടി എവിടുന്ന് കിട്ടിയ വടിയാണിത്? ആട്ടിടയനായിട്ട് തൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുന്ന കാലത്ത് ഹോറേബിൻ്റെ താഴ്വരയിൽ കത്തുന്ന ഉൾപ്പടർപ്പ് കണ്ടിട്ട് ഈ വലിയ കാഴ്ച എന്തോന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് അടുക്കുമ്പോൾ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കളക എന്നുള്ള സ്വരം കേൾക്കുകയാണ്. പിന്നീട് സംഭാഷണമുണ്ട്. നീ ആരാണ്? ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം വാട്ട് ഐ ആം. ഒത്തിരി ഫിലോസഫിക്കൽ വ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു വാക്യമാണത്. ഞാൻ അതിനെ ഈ സമയത്ത് മുതിരുന്നില്ല. ഒടുവിൽ തൻ്റെ ദൗത്യം മനസ്സിലാക്കിയ മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്നതൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഉടനെ ചോദിക്കുക, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ആടുകളെ മേയ്ക്കുന്ന ഇടയനായതുകൊണ്ട് ഒരു കോൽ, ഒരു കമ്പ്, വടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. താഴേക്കിട് ഇട്ടു. അത് സർപ്പമായി തീർന്നു. നമുക്ക് കഥയെല്ലാം അറിയാവുന്നതാണ്. സർപ്പമായി തീർന്നു. പേടിച്ചു മോശ. തുടർന്ന് വാലിൽ പിടിച്ചു. വീണ്ടും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ആദ്യത്തെ വടിയായിട്ട് തന്നെ അത് തിരികെ കിട്ടുകയാണ്. എന്നാൽ ഇതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് എവിടെയാണ്? ഇസ്രായേൽക്കാരുമായിട്ട് ഇസ്രായേലിൽ നിന്ന് യാത്ര തുടങ്ങിയ ആദ്യ സന്ധ്യയാണ്. ക്ഷീണിച്ച് അവശരായിട്ട് അവർ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. പിൻപിൽ ഫറവോന്റെ സൈന്യം, മുൻപിൽ മറികടക്കാൻ കഴിയാത്തതുപോലെ ചെങ്കടൽ. നിരാശാഭരിതരായിട്ട് ചിന്നിച്ചിതറിയ ജനക്കൂട്ടം ആ തീരങ്ങളിലൊക്കെ കടന്ന് നിലവിളിക്കുകയാണ്. വീണ്ടും ചോദിച്ചു മോശ, യഹോവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ വടി കൊണ്ട് നദിയെ അടിക്കുക. നദിയെ അടിച്ചു. 2 നദി മാറി. അന്ന് മുതലാണ് മോശയുടെ കയ്യിലുള്ള ഈ വടി നദിയെ അടിച്ച വടി എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ആ വടി യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. സ്നേഹമുള്ളവരെയും വിശ്വാസ സമൂഹമായിട്ട് നമ്മെ വിളിച്ച് ചേർത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിത്യ അടയാളമായിട്ട് നമുക്ക് ചിലതൊക്കെ തന്നിട്ടുണ്ട് സർവശക്തൻ. അതിലൊന്ന് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥമാണ് നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് കണക്കാക്കേണ്ടത്. രണ്ടാമത്, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ കർത്തൃദിനങ്ങളിലും അർപ്പിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. അതുപോലെ തന്നെ മറ്റു കൂദാശകൾ. ഇതെല്ലാം തന്നെ നിരന്തര ദൈവ സംസർഗത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അടയാളങ്ങളായിട്ട് ഹൃദയത്തിൽ നമ്മൾ വരച്ചെഴുതി കുറിച്ചിട്ടാൽ
അങ്ങനെയുള്ളവർക്ക് പ്രതിസന്ധികളിൽ അവർ തളരുകയില്ല, മറിച്ച് പ്രതിസന്ധികളിൽ അവർ മുട്ടുകുത്തി കണ്ണുനീരോടെ നിലവിളിക്കും സർവശക്തനോട്. അതാണ് മോശയിൽ കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നദിയെ അടിച്ച വടി ബലമായിട്ട്, യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ തെളിവായിട്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഓർക്കുക, പ്രതിസന്ധികൾ എന്തും വരട്ടെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താഴേക്ക് വരട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ടതാണ് ഈ ലോകം. കാരണം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുവാനിരിക്കുന്ന പ്രതിസന്ധികളെ ഓർത്ത് വിലപിക്കാതെ, അതിനെ വിമർശിക്കാതെ കർത്താവിനോട് കണ്ണുനീരോടെ പറയുക, പിതാവേ, ഈ പ്രതിസന്ധിയെ നേരിടുവാനായിട്ടുള്ള ശക്തി കാരണമെന്താണ്? അവൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, വിളിക്കപ്പെട്ടവരിൽ പലരും തന്നെ തിരിഞ്ഞോടുന്ന കാലം വരും, ഏറെ നിസ്സാരം ആളുകളാണ് അവശേഷിക്കുന്നത്. ആ അവശേഷിപ്പിൻ്റെ കൂടെ എൻ്റെ ദൈവമേ എന്നെ കൂടെ കാണുവാനായിട്ടുള്ള ഭാഗ്യം തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അതിനാണ് ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ ശരീരരക്തങ്ങളും ഒക്കെ നമുക്ക് നിത്യം നൽകിക്കൊണ്ട് അവൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ മുമ്പാകെ ഉറപ്പാക്കി തരുന്നത്. മോശയ്ക്ക് നദിയെ അടിച്ച വടി പോലെ. രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട്, ആ ചിലരെ തിരഞ്ഞെടുക്കുവാനുള്ള റൈറ്റ് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അതാരെങ്കിലും ആവട്ടെ, ഞാൻ അവിടെ കാണുന്ന ഒരു ചിന്ത ഒരു കളക്റ്റീവ് ആക്ടിവിറ്റിയാണ്, ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ യഹോവ മോശയ്ക്ക് നൽകുന്ന നിർദ്ദേശം. ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട് ഏതോ അടിസ്ഥാനത്തിലായിരിക്കാം അവരെ സെലക്ട് ചെയ്യുവാനായിട്ടുള്ള റൈറ്റ് മോശയ്ക്ക് നൽകുകയാണ്. അവരുടെ സഹായത്തോടെ വേണം, അവരെ കൂട്ടിക്കൊണ്ട് വേണം നീ പറയടിക്കുവാനായിട്ട് പോകേണ്ടത്. സഹോദരങ്ങളെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ ടീം വർക്കാണ്. കാരണം എന്താണ്? നമ്മൾ കേവലം സമൂഹമല്ല, ക്രിസ്തീയ സമൂഹമല്ല, നമ്മൾ സംഘമാണ്. രണ്ട് വാക്കുകളെന്ന് പരിചയപ്പെടുത്തുന്നു, അറിയാവുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. കമ്മ്യൂണിറ്റി എന്താണ്, സൊസൈറ്റി എന്താണ്? വേഗം മനസ്സിലാക്കുവാനായിട്ട് മറ്റൊരു സംഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ കൈസറിയ ദേശത്തെത്തിയ ഉടനെ കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്നാണ് പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ പറയുന്നത് നീ യോഹന്നാൻ സ്നാപകനാണ്, വേറെ ചിലർ പറയുന്നത് നീ യെരമ്യാവോ ഏലിയാവോ, ചുരുക്കത്തിൽ പ്രവാചകനാണ്. ഇതാണ് പൊതുവായിട്ടുള്ളൊരു കൺക്ലൂഷൻ. അവര് യേശു ക്രിസ്തുവിനെ ഒരു സാധാരണക്കാരൻ്റെ തലത്തിൽ നിന്നും പ്രവാചകന്റെ തലത്തിലേക്ക് ഉയർത്തുവാനായിട്ട് സന്നദ്ധരാണ്. ഇത് ശരിയോ തെറ്റോ എന്നൊന്നും അദ്ദേഹം ചോദിച്ചില്ല. തിരിച്ച് ചോദിച്ചെന്നാൽ നിങ്ങൾക്ക് ഞാൻ ആരാണ്? സംഘത്തിൻ്റെ നേതാവായിരിക്കുന്ന പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ശിമോനെ, നിന്റെ ജഡരക്തങ്ങളല്ല, ദിസ് ഈസ് നോട്ട് ഫ്രോം യുവർ ഇന്റലക്ട് ആൻഡ് റീസൺ, റാദർ ദിസ് ഈസ് ദ റെവലേഷൻ ഓഫ് മൈ ഹെവൻലി ഫാദർ. നിന്റെ ജഡരക്തം കൊണ്ടൊന്നും അല്ല നിനക്കിത് വെളിവാക്കിയത്, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ്. അവിടെ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത, ഒരേ ചോദ്യം തന്നെ രണ്ട് കാറ്റഗറിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറികളുടെ ഉത്തരം കേൾക്കുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. ആദ്യത്തേതാരാണ്? ജനങ്ങൾ. നമുക്കവരെ തൽക്കാലം ക്രൗഡൊന്ന് വിളിക്കാം. മറ്റേതാരാണ്? നിങ്ങൾ. ഈ നിങ്ങൾ ആരാണ്? 12 പേരാണ്. അവരുടെ സവിശേഷത എന്താണ്? ഇവനോട് കൂടെയാണ് അവര്. ഇവൻ എവിടെയാണോ കിടന്നുറങ്ങുന്നത് അവിടെയാണ് അവരും കിടന്നുറങ്ങിയിട്ടുള്ളത്. ചില രാത്രികളിൽ ഗലീല കടപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒലിവുമലയുടെ താഴ്വരയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ആരുടെങ്കിലും ഭവനത്തിലായിരിക്കാം. അങ്ങനെ ഒരു വാണ്ടറിങ് അസറ്റിക്സ് പോലെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കർത്താവും
കൂടെയുള്ള 12 ആളുകളും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കർത്താവ് ഈ യെരുശലേമിലൂടെ അല്ലെങ്കിൽ യഹൂദിയ അങ്ങ് നസറേത്ത് മുതൽ ബേത്ലഹേം വരെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ എങ്ങനെയായിരുന്നിരിക്കണം? അധികം വസ്ത്രമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലല്ലോ, 1-2 ജോഡിയാണ്. ഇതൊക്കെ ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വിശുദ്ധ നാട്ടിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, നല്ല ചൂടുകാലത്തൊക്കെ എങ്ങനെയാണ് അദ്ദേഹം പോയത്? വേർത്ത് കുളിച്ച്. ഞാനിങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഇങ്ങനെ ക്ഷീണിച്ച് നടന്ന് വേർത്ത് ഒന്ന് കുളിക്കാൻ തോന്നുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇന്നത്തെ പോലുള്ള സൗകര്യമൊന്നുമില്ല. അതേ ആ തുണി പറിച്ച് കരക്കിട്ടിട്ട് വെള്ളത്തിൽ ഗലീല കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടലിലോ ചാടി കുളിച്ച് തോപ്പൊന്നും കാണുകയല്ല, തേച്ച് കുറച്ചു നേരം അവിടെ കിടന്നിട്ട് ഈ വസ്ത്രം ഇട്ട് വീണ്ടും യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹി വാസ് എ വാണ്ടറിങ് അസറ്റിക്. ഒരു വാണ്ടറിങ് അസറ്റിക് ആയിരുന്നു യഥാർത്ഥത്തിൽ കർത്താവ്. അല്ലാതെ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള സുഖജീവിതവും ലഭിക്കുവാൻ സാധ്യതയില്ലാത്തയാളും ആഗ്രഹിക്കാത്ത ആളുമാണ്. തനിയല്ല, ദീർഘകാലം സഞ്ചാരിയായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്നിരിക്കും. കാരണം യേശുവിനെ പോലെ, നസറേത്തിലെ യേശുവിനെ പോലെ സ്പാർക്കുള്ള ഒരാൾക്ക് ഒരിക്കലും ചടഞ്ഞുകൂടി ഒരിടത്തിരിക്കാൻ ഒക്കുകയില്ല. അദ്ദേഹം പലയിടത്തായിട്ട് സഞ്ചാരം നടത്തി കാണണം. ഏതായിരുന്നാലും അതുകൊണ്ട് തന്നെ ഈ ജനം എന്ന വാക്കും നിങ്ങൾ എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ആഴം അവനേറെ ഗ്രഹിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് ആദ്യത്തേത് ക്രൗഡാണെങ്കിൽ നിങ്ങൾ ആരാണ്? അവൻ്റെ കൂടെ കഴിയുന്നവരെ. അവന് ഭക്ഷണമുണ്ടെങ്കിൽ അവൻ കഴിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നത് കഴിക്കുന്ന ആളുകൾ. അവൻ എവിടെ കിടന്നുറങ്ങുന്നുവോ അവനോടുകൂടെ കിടന്നുറങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഘമാണ്. അതിന് കൊടുക്കേണ്ട പേരാണ് കമ്മ്യൂണിറ്റി. The first one is crowd, the second one is community. കമ്മ്യൂണിറ്റി എന്ന വാക്കിന് നല്ലൊരു മലയാളം കൊടുക്കണമെങ്കിൽ അതിന് ബുദ്ധൻ ആദ്യം നിർവചിച്ച വചനമേ ഉള്ളൂ, സംഘം. അതുകൊണ്ടാണ് ബുദ്ധൻ്റെ ത്രിശരണത്തിൽ സംഘം ശരണം ഗച്ഛാമി, ഐ ടേക്ക് റെഫ്യൂജ് ഇൻ കമ്മ്യൂണിറ്റി. സംഘത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നമ്മുടെ സുറിയാനി ആരാധനക്രമത്തിൽ മർദ്ദവസഭയിലെ ആരാധന ഗീതങ്ങളിൽ പാടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു അഫ്രൈമിൻ്റെ അല്ല, മറ്റൊരു പിതാവിൻ്റെ ഗീതത്തിൽ കർത്താവനോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ, ഇതാ താനതിൽ മേവിടുന്നു. കർത്താവിനോട് സംസാരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സഭയിലേക്ക് വരട്ടെ. അവൻ അവിടെ വസിക്കുന്നു. കാരണം എന്താണ്? പൗലോസ് പറയുകയാണ്, സഭയെന്ന് പറയുന്നത് അവൻ്റെ മന്ദിരമാണ്. അവൻ്റെ മന്ദിരമാണ്, ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അതാണ് സഭ. അതുകൊണ്ട് സഭയെന്ന് പറയുന്നത് അതൊരു സൊസൈറ്റിയുടെ ഗെറ്റ് ടുഗദർ അല്ല, മറിച്ച് അതൊരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്താണ്? കർത്താവിനോട് യൂണിറ്റിയുള്ള ആളുകൾ, അന്യോന്യം യൂണിറ്റിയുള്ള ആളുകൾ. And so there is a clear-cut distinction between the crowd and the community. ക്രൗഡും കമ്മ്യൂണിറ്റിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സംഘമാകാനായിട്ട് ശ്രമിക്കുക. പക്ഷേ സങ്കടത്തോടെ പറയേണ്ട ഒരു സംഗതി, ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളും കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രൗഡായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സങ്കടമാണ്. എനിക്കറിഞ്ഞുകൂടാ ഇവിടുത്തെ പൊതുയോഗങ്ങളൊക്കെ. ഞങ്ങളുടെയൊക്കെ അവിടെ പല പൊതുയോഗങ്ങളും കഴിയുമ്പോൾ എനിക്കും തലവേദന. ദൈവം തമ്പുരാൻ്റെ മഹാകരണമുണ്ട്. എൻ്റെ അടൂർ കുടമ്പനാണ്. ഇതുവരെ വലിയ വിഷയങ്ങൾ പൊതുയോഗങ്ങൾ ഇതിലൊക്കെ ഉണ്ടായാലും ഞാനങ്ങ് പറഞ്ഞാലങ്ങ് ശാന്തമാകും, അത്രയേ ഉള്ളൂ. ചിലയിടത്തൊക്കെ എന്തുമാത്രം പ്രതിസന്ധികളാണ്. ഒരു പൊതുയോഗം നടത്തുന്ന അച്ഛൻ്റെ തലവേദന ചില്ലറയൊന്നുമല്ല. എത്ര നാൾ അവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നു. കാരണം എന്താ? കമ്മ്യൂണിറ്റി ഭാവം, ഈ സംഘബോധം നഷ്ടമായിരിക്കുന്നു. മറിച്ച് കേവലം സമൂഹങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. കമ്മ്യൂണിറ്റിയിൽ പങ്കുവയ്ക്കാനായിട്ട്, അവരുടെ ചിന്താധാരകൾ പങ്കുവയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഒരു ഗോളുണ്ട്, അച്ചീവ് ചെയ്യാനൊരു ഗോളുണ്ട്. സമൂഹത്തിൽ, സൊസൈറ്റിയിൽ അത് കാണുകയില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, എവിടെയെങ്കിലും ഒരു വണ്ടി ഒന്ന് തട്ടി 10 ആളുകൾ അവിടെ കൂടി നിൽക്കുകയായിരിക്കും. അവർക്ക് കുറേ ആളുകളൊക്കെ അവിടെ കൂടും. നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്യും. വല്ലവർക്കും വല്ലതും പറ്റിയോ? ആർക്കും ഒന്നും പറ്റിയില്ല. ചെറിയൊരു നിരാശയാണ് നമുക്ക്. നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. ഇതാണ്
സൊസൈറ്റി, ഇതാണ് സമൂഹം. സംഘം അതല്ല. ക്രിസ്ത്യാനി സമൂഹമല്ല, ക്രിസ്ത്യാനി സംഘമാണ്. സഭ ക്രൗഡ് അല്ല, അത് കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കമ്മ്യൂണിയൻ ഉള്ളത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളിലാണ്. ആ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ബയോളജിക്കൽ യൂണിറ്റി നമ്മൾ വളർത്തിയെടുക്കുകയാണ്. അതാണ് നമ്മുടെ നിത്യജീവനിലേക്കുള്ള വഴിയാഹാരം. നിത്യജീവനിലേക്കുള്ള യാത്രയിൽ, പ്രയാണത്തിൽ നമ്മുടെ വഴിയാഹാരം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ ഭാവം എന്താണ്? ക്രിസ്ത്യാനിയുടെ വിളി സംഘമായിരിക്കുവാനായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും യഥാർത്ഥത്തിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ കാണുന്നത് അതുതന്നെയാണ്. നീ ഇസ്രായേൽ നേതാക്കളിൽ ചിലരെ കൂട്ടിക്കൊണ്ട്, ഇവരൊന്നുമില്ലാതെ മോശ തന്നെ ചെന്നാലും പാറയിലടിച്ചാൽ വെള്ളം കിട്ടും, പക്ഷേ നീ അവരെ കൂടെ കൂട്ടിച്ചേർക്കണം. കാരണം എന്താണ്? പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ആർക്കാണോ അത് പരിഹരിക്കുവാനായിട്ട് അവരുടെ നേതാക്കളിൽ ചിലരെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പോകുന്ന ശൈലി ഉണ്ടാക്കിയെടുക്കുക. അത് ഇടവക ശുശ്രൂഷയിലും അങ്ങനെ തന്നെയാണ്, മെത്രാസന ഭരണത്തിലും അങ്ങനെയാണ്. ഏത് മേഖലയിലാണെങ്കിലും ശരി, ഈ ടീം വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ആളുകളിലൊക്കെ അടുത്ത കാലത്തായിട്ട് കാണുന്നത് അതിനുള്ള നല്ല അവസരങ്ങൾ വന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു പള്ളിയുടെ ജൂബിലിയാണ്. അപ്പോൾ അവർ വലിയ കാര്യമായിട്ട് അത് ആഘോഷിക്കാനായിട്ടൊക്കെ നിശ്ചയിച്ചു. അതിൻ്റെ ഒരു പ്രോജക്റ്റ്, ഒരു സോവനീർ, പള്ളിയുടെ ചരിത്രമൊക്കെ ഉള്ള ഒരു സോവനീർ, നല്ല ആർട്ടുകളൊക്കെ ഉള്ളത് പ്രസിദ്ധീകരിക്കാനായിട്ടാണ്. അന്നേരം പൊതുയോഗത്തിൽ അച്ഛന് ഫിനാൻസ് കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുത്തു, ഓരോ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുത്തു. അതിന് ഈ സോവനീർ കമ്മിറ്റിയിലേക്ക് അച്ഛൻ തന്നെ 1-2 ആളുകളെ പേര് പറഞ്ഞു, വേറെ ആളുകളും പറയുന്നു. അപ്പോൾ കുറേയേറെ നാളുകളായിട്ട് അകന്നു നിൽക്കുന്ന 2 വ്യക്തികൾ എങ്ങനെ ഈ സോവനീർ കമ്മിറ്റിയിൽ വന്നു. ഉടനെ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഈ കമ്മിറ്റി ഒഴികെ വേറെ ഏത് കമ്മിറ്റിയിലാണെങ്കിലും ഞാൻ പ്രവർത്തിക്കാം. അപ്പൊ അച്ഛൻ ചോദിച്ചു, അതെന്താ? അതൊക്കെയില്ല, ഞാനില്ല. അച്ഛന് കാര്യം മനസ്സിലായില്ല. അവസാനം ഒരാൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ അദ്ദേഹം ഇരിക്കുകയില്ല, കാരണം ഈ കമ്മിറ്റി വേറൊരാൾ ഇരിപ്പുണ്ട്. എന്നാൽ അനുരഞ്ജനത്തിനൊരു സാധ്യതയും സാഹചര്യവും സർവശക്തനും ഉണ്ടാക്കി തന്നിരിക്കുകയല്ലേ. ആ സമയത്തെ തക്കത്തിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാൽ ഇതിന് നല്ല ഉദാഹരണങ്ങളുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുന്ന നേരത്ത് ഈ ശൂഷൻ രാജധാനിയിൽ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് യെരൂശലേമിന്റെ മതിലുകൾ പണിയുവാനായിട്ട്, അതിന്റെ തീവെന്ത് കിടക്കുന്ന വാതിലുകൾ പുനർനിർമ്മിക്കുവാനായിട്ട് പോകുന്നൊരു കാഴ്ച അതിന്റെ തുടക്കം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആദ്യത്തെ 1-ാം അധ്യായത്തിൽ യെരൂശലേമിന്റെ തകർച്ചയെ കുറിച്ച് കേട്ട് കണ്ണുനീരൊഴുക്കുകയാണ് 4-ാം വാക്യത്തിൽ. ഈ വാർത്ത കേട്ട് ഞാനിരുന്ന് കരഞ്ഞു എന്നാണ് 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 4 മുതൽ പിന്നീടുള്ള ആ അധ്യായം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. 2-ാം അധ്യായം തുടങ്ങുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. അർത്ഥശിഷ്ട രാജാവിന് വീഞ്ഞെടുത്തുകൊണ്ട് കൊടുത്തു. രാജാവ് ചോദിക്കുന്നു, നെഹമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല, ഇത് മനസ്സിന്റെ ക്ലേശമല്ലേ? അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണ്? യജമാനനെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീവെന്ത് നശിച്ചും കിടക്കേ, എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? ഒരു ചോദ്യത്തിന് മറുചോദ്യം കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞു. രാജാവ് ചോദിച്ചു, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവധി വേണം. അടുത്ത വാക്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. രാജാവിൻ്റെ ഭാര്യയും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാജാവിൻ്റെ കൈ എനിക്ക് അനുകൂലമെന്ന് കണ്ടതുകൊണ്ട് ഞാൻ അവനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അവധി ചോദിച്ചു കിട്ടി. അവിടെ ചെന്നാൽ പണിയാൻ തടി ആവശ്യമുണ്ട്. അതുകൊണ്ട് വനപാലകനായിരിക്കുന്ന ആസാഫിനുള്ള കത്ത് കിട്ടി. കടന്നു പോകുന്ന ദേശത്തെ ദേശാധിപതിമാരെ ആക്രമിക്കാതിരിക്കാൻ അവർക്കെല്ലാം കത്തും വാങ്ങി. അനുകൂല സാഹചര്യങ്ങളെ ആ തക്ക സമയത്ത് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നിടത്താണ് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ
നമുക്കെല്ലാ അനുകൂല സാഹചര്യങ്ങളും കൊണ്ടു തന്നിട്ട് അവിടെ വിജയം കൊയ്യുവാൻ പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. പ്രതികൂലതകളിൽ പണിയുക, പ്രതികൂലതകളിൽ സാക്ഷിയാവുക. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസവും അവൻ്റെ ധൈര്യവും അവൻ്റെ സാക്ഷ്യവും വലുതായിത്തീരുന്നത്. നിലപാടുകളിൽ ഉറച്ചു നിന്ന് സുവിശേഷത്തിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി, കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വേണ്ടി, എൻ്റെ സുവിശേഷത്തിന് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തിയാലും സഹോദരങ്ങളോ മാതാപിതാക്കളോ ഭാര്യയോ ആരായിരുന്നാലും ഈ ലോകത്തിൽ വെച്ച് തന്നെ 10 മടങ്ങായിട്ട് അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകുമെന്നുള്ളത്. അതുകൊണ്ട് പ്രതികൂലതകളെ നീക്കിക്കളഞ്ഞിട്ട് അനുകൂല സാഹചര്യം ഉണ്ടാക്കി ഫലം കൊയ്യുകയല്ല കരണീയമായിരിക്കുന്നത്. മറിച്ച് പ്രതികൂലതകളിൽ കണ്ണുനീരൊഴുക്കി യഹോവയോട് നിലവിളിച്ച് അവൻ്റെ ആലോചനയിൽ അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തക്ക സമയത്ത് കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട്, വിഭാഗീയതകളുണ്ടെങ്കിൽ അതിനെ അനുരഞ്ജനത്തിന്റെ വേദിയായിട്ട് മാർഗമാണ് ഈ വന്നിരിക്കുന്ന പ്രതിസന്ധി എന്നും കണ്ടുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇന്നും ഞാങ്ങണ പോലെയുള്ള നമ്മെ കൊണ്ട് സർവശക്തൻ ഇടയാക്കും. നമ്മളൊക്കെ വെറും ഞാങ്ങണകളാണ്, നേരെ നിൽക്കാൻ കെൽപ്പില്ലാത്തവരാണ്. പക്ഷേ നേരെ നിൽക്കുന്നൊരുത്തനുണ്ട്. ആരാണവൻ? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ കെംദ എന്ന സുറിയാനിയിൽ പറയുന്നത് അല്ലേ? ഉയർപ്പ് പെരുന്നാളിന് കെംദ പെരുന്നാൾ എന്നാ പറയുന്നത്. കെംദ എന്ന വാക്കുണ്ടായിരിക്കുന്നത് ഖോം എന്ന ഒരു സുറിയാനി ധാതുപദത്തിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് കൗമ എന്ന വാക്കും ഉണ്ടായിരിക്കുന്നത്. ഖോം എന്ന ധാതുപദത്തിന്റെ അർത്ഥം നേരെ നിൽക്കുക എന്നാണ്. അതുകൊണ്ടാണ് കൗമ പ്രാർത്ഥന ചൊല്ലുന്ന നേരത്ത് നമ്മളെല്ലാം എഴുന്നേറ്റ് നിന്നേ ചൊല്ലാറുള്ളൂ. കൗമ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്നാണ്. ഈ ഖോം എന്ന ധാതുവിൽ നിന്നാണ് കെംതോ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടു സ്റ്റാൻഡ് അപ്രൈറ്റ്, നേരെ നിൽക്കുക. അവൻ ഭൂമിക്ക് തിരശ്ചീനമായി കിടക്കുന്നവനാണ്. അവൻ അതിനെ ജയിച്ചു, അവൻ നേരെ നിന്നു. അതാണ് ഉയർപ്പ്. അതുകൊണ്ട് ഉയർപ്പെന്ന വാക്കിനേക്കാളും റെസറക്ഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിനേക്കാളും ഒക്കെ ദൈവശാസ്ത്രപരമായ ആഴമുള്ള വാക്ക് കെംതോ എന്ന വാക്ക് തന്നെയാണ്. അത് നേരെ നിൽക്കുകയാണ്. നേരെ നിൽക്കാൻ അവന്റെ നട്ടല് നേരെയായി എന്ന് തന്നെയല്ല, നേരെ നിൽക്കണമെങ്കിൽ അവന് ശത്രുവില്ല. മരണത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു. അവനാണ് നമ്മോട് കൂടെ. അങ്ങനെ നേരെ നിൽക്കാൻ കെൽപ്പുള്ളവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഞാങ്ങണകളായി ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് പ്രതികൂലതകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ പറയുന്നു, ഇസ്രായേൽ നേതാക്കളെ കൂട്ടിക്കൊണ്ടു പോവുക, ടീം വർക്ക്. അത് നൽകുന്ന സന്ദേശം നമുക്ക് സംഘമായിട്ട് വിശ്വാസത്തിന്റെ തീവ്രതയുള്ള, വിശ്വാസത്തിൽ എരിവുള്ള, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിനെ സർവസ്വമായി എണ്ണുന്ന സംഘമായിട്ട് പ്രതിസന്ധികളെ നേരിടാൻ ചെന്നാൽ അവിടെ പാറ പോലും പിളർന്നിരിക്കും. അടുത്തതാണ്, ഇവർ നേരെ ചെന്നു, ഹൊറേബിലേക്ക് ചെന്നു. ഹൊറേബിൽ പാറയെ അടിച്ചു. അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്, യഹോവ പറഞ്ഞിരുന്നു, പാറയിൽ ഞാൻ നിൽക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ പാറയിൽ യഹോവയുടെ സാന്നിധ്യമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ഓർത്തിരിക്കുക, ജീവിതത്തിലെ പാറ സദൃശ്യമായ അനുഭവങ്ങൾ ഏറെയാണ്. ഒരുപാട് തിരസ്കരണത്തിന്റെയും നിന്ദയുടെയും പരിഹാസത്തെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലം കൂടെ ആയതുകൊണ്ട് ഒരാളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഈ സൂര്യന് കീഴിൽ ഇനി കണ്ടെത്താൻ കഴിയാത്ത വിധമുള്ള സകല അനർത്ഥങ്ങളും ആരോപിക്കുകയും സകല വേണ്ടാദിനങ്ങൾ എഴുതി വെക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നിന്നും തളരാതിരിക്കണമെങ്കിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. എനിക്ക് മറികടക്കാൻ കഴിയാത്ത ഈ പാറയിൽ എൻ്റെ കർത്താവ് നിൽപ്പുണ്ട്, എൻ്റെ കർത്താവുണ്ട്. പാറയിൽ ഞാൻ നിൽക്കും, നീ പാറയടിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന പാറകളെ കണ്ട് പിന്തിരികയല്ല വേണ്ടത്, അതിനെ അടിക്കുവാൻ കെൽപ്പുള്ള ഒരു വടി കയ്യിലുണ്ട്. അത് വചനമാകുന്ന വടിയാണ്.
അത് കർത്താവിന്റെ ശരീരരക്തങ്ങളാകുന്ന വടിയാണ്. അതിന്റെ ബലമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതയാത്രയിലെ പ്രതിസന്ധികളാകുന്ന പാറകളിൽ ദൈവ സാന്നിധ്യം ദർശിക്കുകയും അതുമായിട്ട് കോൺഫ്രണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദൈവത്തോട് ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാകണം. ദൈവത്തെ ഇങ്ങനെ കർത്താവിനോടെ ഞാൻ ചെയ്യുന്നതാകട്ടെ, ഞാൻ തുറന്നു പറയാം. ഞാനിങ്ങനെ ആരാധിക്കുക മാത്രമൊന്നുമല്ല, ഇടയ്ക്ക് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കിങ്ങനെ ആരാധിച്ച് അകറ്റി നിർത്തുന്ന യേശുവിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിസറക്ഷൻ്റെ കൈ ഉയർത്തി നല്ല വെള്ള വസ്ത്രം ധരിച്ച കോമളരൂപിയായ യേശുവിൻ്റെ ചിത്രമൊന്നും എൻ്റെ മുറിയിലുമില്ല, ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. എനിക്കിഷ്ടം ഒരു സാധാരണക്കാരനായ ചില ആഫ്രിക്കൻ ചിത്രങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇറങ്ങിയിട്ട് അങ്ങനെ ചിത്രങ്ങളൊക്കെ. ഒരു സാധാരണക്കാരനായ താടിക്ക് കൈയൊക്കെ കൊടുത്ത് നമ്മളെപ്പോലൊക്കെ ഇരിക്കുന്ന ഒരു യേശുവാണ് എനിക്കിഷ്ടം. കാരണം അന്നേരം എനിക്ക് അവനോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നും. സത്യത്തിൽ എനിക്ക് എൻ്റെ കർത്താവിനോട് പ്രണയമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ ദൈവത്തോട്, എൻ്റെ യേശുവിനോട് എനിക്ക് പ്രണയമാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും ഞാൻ തളരത്തില്ല. ഇതുവരെ തളർന്നിട്ടില്ല. അതിൻ്റെ കാരണം ഓരോ നിമിഷവും എനിക്ക് അവൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഇന്നു വരെ ഏത് സഭയിലെ അംഗമാണെന്നോ ഏത് മതത്തിലെ അംഗമാണെന്നോ ഞാൻ ചോദിച്ചിട്ടില്ല. അതൊരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയാം. അച്ഛന്മാരാരാണേലും അവരെ ഇട്ട് കണ്ടാലും ഇല്ലെങ്കിലും ഒക്കെ അച്ഛനാണെന്ന്, അച്ഛൻ എവിടാ, എന്താ, പിന്നെ നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അച്ഛൻ എവിടാ ശുശ്രൂഷിക്കുന്നത്. അന്നേരം അറിയാം ഇന്ന പള്ളിയിൽ. അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന സഭയിലെയാണ്. അല്ലാതെ ക്രിസ്ത്യാനിയാണോ, നിങ്ങളുടെ മതം ഏതാ, ഇതൊന്നും ഞാൻ ചോദിക്കാറില്ല. കാരണം ഞാൻ വേദപുസ്തകവും വേദപുസ്തകവും എല്ലാം പല ആവർത്തി വായിച്ചിട്ടൊന്നുമില്ല. ഒരാവർത്തിയെങ്കിലും മിനിമം വായിച്ചു കാണും. എന്നാൽ സുവിശേഷങ്ങൾ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 3 അധ്യായം വായിക്കാതെ ഞാൻ ഉറങ്ങാറില്ല. അതുകൊണ്ട് സുവിശേഷങ്ങൾ നല്ലതുപോലെ വായിച്ചിട്ടുണ്ട്. എങ്ങും ഞാൻ കണ്ടിട്ടില്ല യേശു ക്രിസ്തു ഒരു വ്യക്തിയോട് അവൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നത്. നീ ഏത് മതത്തിലാ? ശമരിയക്കാരി പറഞ്ഞു, യോ ഞങ്ങൾ ശമരിയക്കാർ, നിങ്ങൾ യഹൂദരല്ലേ, സംസർഗമൊന്നുമില്ലല്ലോ. അവിടെയും പറഞ്ഞത്, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഇടപെടുകയില്ല. അവൻ്റെ ഇടപെടൽ എത്ര സുന്ദരമായിരുന്നു. ആരും ആവട്ടെ, ഒരിക്കലും ഒരു വേർതിരിവില്ല. ലോകത്ത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴേ ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ അങ്ങ് ദൈവമാണെന്നുള്ള ഉയർത്തി പറയുന്നതിനേക്കാൾ ഇഷ്ടം അവൻ്റെ എൻ്റെ കൂടെ എന്നെ പോലെ ഒരു മനുഷ്യനായിരുന്നു. വേദപുസ്തകം പറയുന്നത് അത് തന്നെയാണ് അല്ലേ? നമ്മുടെ ബലഹീനതകളെല്ലാം ഉൾക്കൊണ്ട പാപമൊഴികെ എല്ലാ ബലഹീനതകളും സഹിച്ച ഒരാൾ തന്നെയാണ്. കാരണം ദൈവമാണെങ്കിൽ ദൈവത്തിന് അതെല്ലാം സാധിക്കും, വലിയ കാര്യമൊന്നുമല്ല. ഞാനും ദൈവമാണെങ്കിൽ എനിക്കും എന്തെല്ലാം വലിയ കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനൊരു സാധാരണക്കാരനായിട്ട് ഒരു സാധാരണ മനുഷ്യനായിരിക്കുന്ന സമയത്ത് എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നെങ്കിൽ, അവരുടെ മുഖം നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ അതിനും വലിയ സന്തോഷമൊന്നുമില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ? എൻ്റെ ആശ്രമത്തിൽ കുറച്ച് ജോലികളൊക്കെ നടക്കുക. തമിഴ്നാട്ടുകാരായ 2 ചെറുപ്പക്കാർ അവിടെ ഒരു ചെറിയ ഒരു ഈട്ടിയുടെ പേരിൽ കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി. അത് ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ട് അത് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ അതിനൊരു കേരളീയ ആർക്കിടെക്ചർ മാതൃകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ അന്യദേശത്തു നിന്നുള്ള ജോലിക്കാരാണ് 3-4 പേര് ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, ഈ സീസൺ ഇതാണല്ലോ, കാണാൻ വരുന്നവരെല്ലാം ഇഷ്ടംപോലെ കേക്ക് അതും ഇതൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അല്ലെങ്കിലും എത്ര അച്ഛന്മാരെ കാണാൻ വരുന്നത് ഈ പിന്നെ പ്രതിരുവിനിക്കൊക്കെ ലോഡ് കണക്കിന് കേക്കും കശുവണ്ടിയൊക്കെ കിട്ടി കാണും. ഇപ്പോൾ പുതിയ ആളുകളായതുകൊണ്ട് ക്ഷമിക്കണേ, അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്നുണ്ട് വണ്ടിക്കകത്തുണ്ടെങ്കിൽ എടുത്തു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ അവരോട് നല്ല വേദത്തിൽ ജോലി ചെയ്യുന്നു. ഒരാൾ കുറേ സാധനം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, എന്തിൻ്റെ എൻ്റെ മുറി കൊണ്ടുപോയി. ഞാൻ അന്നേരം അവരുടെ കയ്യിലോട്ട് കൊടുത്തു, നിങ്ങൾ വെള്ളം എടുത്തു കഴിക്കുക, നിങ്ങൾ മുറിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. കൊച്ചു കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളാണ്. നമുക്ക് അവരോടുള്ളിൽ ഒരു ഇച്ചിരി ഇഷ്ടം തോന്നിയാൽ മതി. മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിനെ പ്രണയിക്കണം. അതാണ് എൻ്റെ അടിസ്ഥാന ചിന്ത.
മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിനെ പ്രണയിക്കണം. മരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കുറേ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഡയബറ്റീസ് ഇച്ചിരി കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കണ്ടീഷൻ കർത്താവിനോട് വെച്ചിട്ടുണ്ട്. കർത്താവെ, നീ എന്നെ എന്ന് വിളിച്ചാലും ഞാൻ റെഡിയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, വഴിക്കിങ്ങോട്ട് എന്നെ അലക്കരുത്. എനിക്ക് വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ കവളത്ത് ഉമ്മ വരണം. എൻ്റെ വലിയ ആഗ്രഹമാണ്. ഈ ജഡം വിട്ടങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവനെ ഇങ്ങ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തോളൂ, എങ്ങനെ പറ്റിച്ച് പരിപാടിയൊക്കെ എന്നൊന്ന് ചോദിക്കണം. എന്തൊരു അത്ഭുതമാണെന്ന് ഓർക്കണേ. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയ ചില അനുഭവങ്ങളൊക്കെ. ഈ ഒരു വേശ്യാസ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു. അവിടെ പ്രായം എത്ര? 10-22 വയസ്സാണ് അല്ലേ? യേശുവിന് എത്ര വയസ്സുണ്ട്? കൂടിയാ 32. 22-32 വലിയ വ്യത്യാസമൊന്നുമില്ല. ജനമെല്ലാം കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ് നിങ്ങൾ പാപമില്ലാതെ ക്യൂ പാലിച്ചു വേണം. എല്ലാവരും എറിയേണ്ട ഒരു ക്യൂ വേണമല്ലോ. അപ്പോൾ പാപം ചെയ്യാത്ത ആൾ ഒന്നാമത്, അങ്ങനെ ഏറ്റവും കൂടുതൽ പാപം ചെയ്ത ആളെ ഏറ്റവും ഒടുവിൽ, അങ്ങനെ ഒരു ക്യൂ നിശ്ചയിച്ചു. ഒരുത്തനെയും കണ്ടില്ല. പിന്നെ തലപൊക്കി നോക്കി പറഞ്ഞെന്താ, മകളെ, നിന്നെ ആരും വിധിച്ചില്ലേ? എനിക്ക് ആ വാക്യം, ആ വിളിയാണ് എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് കയറിയത്. 32കാരൻ 22കാരിയെ മകളെ എന്ന് വിളിച്ചു. ഞാനാണെ മോളെ എന്ന് വിളിക്കും. ആ രണ്ട് വിളിയിൽ വ്യത്യാസമുണ്ടല്ലേ അച്ഛന്മാരെ? മകളെ, അവൻ സാർവലൗകിക പൈതൃകം ഏറ്റെടുക്കുകയാണ്. എങ്ങനെ സാധിക്കും ഇതൊക്കെ? ഓരോരുത്തരുടെയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നിതാ, സ്വർഗത്തിൽ ചെന്ന് കർത്താവിനോട് കെട്ടിപ്പിടിച്ച് 2 കവളത്ത് ഉമ്മ കൊടുത്തിട്ട് ചോദിക്കും ഞാൻ, നിന്നെക്കൊണ്ട് എങ്ങനെ പറ്റിച്ച് ഈ പരിപാടിയൊക്കെ ഈ മണ്ണിൽ ജീവിച്ചിട്ട്? അവനെ പ്രണയിക്കും നിങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് ജനത്തെ സ്നേഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രണയിക്കുന്നെങ്കിൽ അവനോട് വഴക്കുണ്ടാക്കാൻ സാധിക്കും ഇല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അച്ഛൻ്റെ മടിയിലോട്ട് കയറിയിരുന്ന്, കൊച്ചന്മാരുടെ എണ്ണം കുറവാണ്, മടിയിലോട്ട് കയറിയിരുന്ന് വഴക്കുണ്ടാക്കി താടിയിലൊക്കെ പിടിച്ച് വലിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വല്ലതും കുഞ്ഞിന് എന്താ മോനെ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ അവൻ്റെ ഒരു നോട്ടമുണ്ടോ? നോട്ടത്തിൻ്റെ അർത്ഥം എൻ്റെ പപ്പായ ഇങ്ങേരാരാന്നുള്ള ചോദ്യമാണ്. അതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് ആരാധനയെക്കുറിച്ച് തന്നെ നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ ഒരു വാക്യമുണ്ട്, പ്രയർ ഈസ് ആൻ ഒക്കേഷൻ ടു സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. എങ്ങനെ? അവൻ്റെ മടിത്തട്ടിലോട്ട് കയറിയിരുന്ന മുഖത്തേക്ക് നോക്കി അപ്പാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് സ്വാതന്ത്ര്യം, അതാണ് ആരാധന. ആ ആരാധനയാണ് നമുക്ക് തരുന്ന വലിയ ആനന്ദം. ആ ആനന്ദമാണ് ക്രിസ്തുവിനെ പ്രണയിക്കുവാനായിട്ട് നമ്മെ ശക്തീകരിക്കുന്നത്. ആ പ്രണയമാണ് മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ടുള്ള ഊർജം നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ അവനോട് കലഹിക്കാനും സാധിക്കണം. അവനോട് നദീതീരത്ത് യാക്കോബും ദൈവദൂതനും മത്സരിച്ചു, മല്ലിട്ടു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. ഹൈന്ദവ ട്രഡീഷണലില് നിഷ്ഠൂര ഭക്തി പ്രസ്ഥാനം, റിലിജൻ പഠിച്ചിട്ടുള്ള വലിയവർക്കറിയാം, ഒരു വളരെ ശക്തമായ പ്രസ്ഥാനമാണ്. അതിന് നിഷ്ഠൂര ഭക്തി എന്നൊരെണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വഴക്കിടുന്നതാണ്. വഴക്കിട്ടിട്ട് ഭക്തൻ ഇഷ്ടകാര്യങ്ങൾ അവൻ്റെ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതാണ്. കർത്താവിനോടുള്ള പ്രണയത്തിൽ നമുക്ക് സാധിക്കും അവനോട് വഴക്കിടാൻ. അവിടെ അവൻ്റെ ആനന്ദമായ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് പാറയിൽ ക്രിസ്തുവുണ്ട്. ജീവിതയാത്രയിൽ നമുക്ക് നേരിടാനുള്ള പാറ ഏതാണെങ്കിലും അതിനെ അടിച്ച് പൊളിക്കുവാനായിട്ടുള്ള കെൽപ്പ് ഞങ്ങളെ പോലുള്ള നമുക്ക് തന്നിരിക്കുന്നു. വചനത്തിൻ്റെ വടിയും ആഴ്ചതോറും അല്ലെങ്കിൽ ദിനംതോറും അനുഭവിക്കുന്ന അവൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് തരുന്ന ദിവ്യമായ ഊർജവും ഇതാണ് പാറകളെ തകർക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. പൗലോസ് ശ്ലീഹ എന്നാൽ 1-ാം തരം ഭാഷ്യം ഈ ഭാഗത്തിന് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. ആ പാറയിൽ ക്രിസ്തുവല്ലോ, ആ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നല്ല 1-ാം തരം ഭാഷ്യമാണ്. നമ്മൾ ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ ശശപ്പ ആഘോഷിക്കുന്ന സമയത്ത് ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് 12 നീരിറവ ഒഴുക്കി കൊടുത്ത തീക്കൽപ്പാറ നീയാകുന്നു.
ക്രിസ്തുവിനെ. കാരണം ആ ശിശുപ്പാടെ അടിയിലിരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ ശരീരരക്തങ്ങളാണ്. ആ പാറ പിളർന്നതുപോലെ അത് നീക്കം ചെയ്യപ്പെടുകയാണ്. അവിടെ ദാഹജനം ഒഴുകുകയാണ്. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീർച്ചാലുകൾ അവന് വേണ്ടി തുറക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു, യേശു ക്രിസ്തു പാറയിലുണ്ട്. അവനോട് കോൺഫ്രണ്ട് ചെയ്യുക. അവൻ്റെ സ്നേഹം എത്ര വലുതാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ സെലിബ്രേഷൻ അല്ലായിരുന്നോ കാൽവറിയിലെ ക്രൂശിൽ? കാൽവറിയിലെ ക്രൂശിൽ സ്നേഹത്തിൻ്റെ മഹോത്സവം നടന്നു. സൂര്യൻ ഇരുണ്ടു, ചന്ദ്രൻ രക്തനിറം വന്നു, ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഇത് വായിക്കുന്ന നേരത്തൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സൂര്യനെ നാണിച്ച് തലതാഴ്ത്തിയെന്ന. അങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാര് ഈ സദറാകളിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ എൻ്റെ ഭാഷ്യം അതല്ല. അവിടെ സൂര്യനും ചന്ദ്രനും ഇരുണ്ടൊന്നും ഇല്ല. ഇരുണ്ട് കാണുമായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് വെളിച്ചത്തിന്റെ മഹോത്സവം നടക്കുക. കാൽവറിയിലെ ക്രൂശിൽ വെളിച്ചം അങ്ങനെ ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുമ്പോൾ സൂര്യൻ മങ്ങിപ്പോയി. നട്ടുച്ചയ്ക്ക് മിന്നാമിന് വന്ന് ആരെങ്കിലും കാണുമോ? അതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കാൽവറിയിൽ നടന്നത് വെളിച്ചത്തിന്റെ മഹോത്സവമാണ്. ആ മഹോത്സവത്തിൽ അതെങ്ങനെ വെളിച്ചപൂരിതമായി തീർന്നു? കാരണം കാൽവറിയിലെ ക്രൂശിൽ കടക്കുമ്പോഴും അവന്റെ കൺസേൺ അവനെ കുറിച്ചായിരുന്നില്ല. എനിക്കത് വല്ലാതെ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള നല്ല വാക്യങ്ങളാണ്. ക്രൂശിലെ 7 മൊഴികളൊക്കെ നമ്മൾ വായിക്കുന്നവരാ. കള്ളൻ പറഞ്ഞു, ആദ്യവും പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെയൊക്കെ ധാരണ അവനെ കുരിശിച്ച താഴെ നിൽക്കുന്ന പടയാളികളെ കുറിച്ചാണെന്ന്. അല്ല. ഫോർ ദ എൻറ്റയർ വേൾഡ്, for the entire creation, and that was the great intercession ever heard in the universe. ലോകത്ത് ഇത്രയും വലിയ മധ്യസ്ഥത അന്നുവരെ കേട്ടിട്ടില്ല, ഇനി കേൾക്കുകയുമില്ല. ഇവരോട് ക്ഷമിക്കണമേ. ആദാം മുതലുള്ള സകല മനുഷ്യനോടും ഇനി ജനിക്കുവാനിരിക്കുന്നവനും വേണ്ടി അവൻ നടത്തിയ മധ്യസ്ഥതയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, അവരോട് ക്ഷമിക്ക്. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയൊന്നുമല്ല, മനുഷ്യവർഗത്തിന് വേണ്ടി, സകല പ്രകൃതിക്ക് വേണ്ടി. അതും കഴിഞ്ഞില്ല. ഒരു കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കുന്ന നേരത്ത് എന്നെ കൂടെ ഓർക്കണേ. നീ രാജ്യത്വം പ്രാപിക്കുന്ന കാലത്ത് മതി. മറുപടി എന്താ? നീ ഇന്ന് എന്നോടുകൂടെ ഇരിക്കും. അവന്റെ സ്നേഹം. നീ രാജ്യത്വം പ്രാപിക്കുന്ന കാലത്ത് മതി എന്നാണ് കള്ളൻ ആവശ്യപ്പെട്ടത്. അവന്റെ മറുപടിയോ, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിൽ. ഈ സ്നേഹം എവിടെ കിട്ടും? ഈ സ്നേഹം എവിടെ? അവന് ശിരസ് നേരെ നിർത്താൻ സാധിക്കുന്നില്ല, കുനിഞ്ഞു കിടക്കുകയാണ്. അവൻ കാണുന്നത് വിലപിക്കുന്ന അമ്മയെ കാണുന്നു, അവനേറെ സ്നേഹിച്ച ശിഷ്യനെ കാണുന്നു. അവിടെ അവന്റെ കൺസേൺ ആരെക്കുറിച്ചാ? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ. ലൂക്കോസ് എഴുതിയിരിക്കുന്നു, അന്ന് മുതൽ അവൻ അവളെ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. അവസാനം വരെ അമ്മയായിട്ട് പരിരക്ഷിക്കുകയാണ്. കാൽവറിയിലെ നീറുന്ന വേദനയിൽ, മരണവേദനയിൽ കടന്ന് പെടയുന്ന നേരത്ത് അവൻ കൺസേൺഡ് ആയത് അവനെ കുറിച്ചല്ല, അവന്റെ വേദനയെ കുറിച്ചല്ല, ലോകത്തെക്കുറിച്ചും അവനോട് യാചിച്ച കള്ളന്റെ അഭ്യർത്ഥനയെ കുറിച്ചും തന്റെ മാതാവിനെ കുറിച്ചും തന്റെ വാത്സല്യ ശിശുവിനെ കുറിച്ചുമാണ്. ഇതാണ് യേശുവിന്റെ സ്നേഹം. ഇതാണ് ക്രൂശിലെ സ്നേഹം. നമ്മൾ പാടും, ക്രൂശിലെ സ്നേഹം, ക്രൂശിലെ സ്നേഹം. എന്തായി ക്രൂശിലെ സ്നേഹം? ഇതാണ് ക്രൂശിലെ സ്നേഹം. അവനാണ് നമ്മുടെ നട്ടല്. അവൻ നേരെ നിൽക്കുന്നവനാണ്. അവനാണ് പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ, അതിൽ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ നേരിടുവാനുള്ള ട്രെയിനിങ്. അത് 2 രീതിയിൽ നമ്മൾ കണ്ടു. മോശയുടെ നിലവിളിച്ചുള്ള ദൈവത്തോടുള്ള യാചന ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് നിലവിളിക്കുക. ഇടവകയ്ക്ക് വേണ്ടി അച്ഛന്മാര് നിലവിളിക്കുക. മെത്രാസനത്തിന് വേണ്ടി മെത്രാച്ചന്മാര് നിലവിളിക്കുക. സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇറങ്ങി പ്രതിസന്ധികളെ മാറ്റുന്നത് കാണാം. വീണ്ടും നമ്മൾ കാണുന്നത് യഹോവയുടെ നിർദ്ദേശങ്ങളാണ്. നദിയെ അടിച്ച വടി കയ്യിലെടുക്കുക, വിശുദ്ധ വചനവും ദൈവവചനം
അതിനെ ഒരു നിമിഷം മാറ്റി നിർത്തി അകറ്റി നിർത്തി ചിന്തിക്കരുത്. ഏത് പ്രതിസന്ധിയിലും ഈ ദൈവത്തിൻ്റെ വചനമല്ലാതെ വേറൊന്നും നമുക്കില്ല. ഇതിലും വലിയ ഗ്രന്ഥം ലോകത്തില്ല. ആ ഗ്രന്ഥം, ദൈവവചനത്തെ, ആ വടി നമ്മുടെ കയ്യിലുണ്ടാകണം. അവൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് തരുന്ന ദിവ്യമായ ഊർജം നമ്മെ ശക്തീകരിക്കും. നടക്കുക പ്രതിസന്ധികളിലേക്ക്, പറയടിക്കുക. കാരണം അവിടെ എൻ്റെ പ്രാണപ്രിയൻ, ഞാൻ പ്രണയിക്കുന്നവൻ, എൻ്റെ മണവാളൻ, ആ ശൂലേംകാരി പറഞ്ഞതുപോലെ എൻ്റെ പ്രിയൻ, കാട്ടുമരങ്ങളുടെ ഇടയിൽ മുന്തിരി പോലെ സുന്ദരനായവൻ, അവൻ അവിടെ നിൽക്കുന്നു. അവനെ കണ്ട് കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്ന് പരിഹരിക്കാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാണപ്രിയനെ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്നെ പ്രണയിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനും നീ ഞങ്ങൾക്ക് ബോധം നൽകണമേ. രാവും പകലും നിൻ്റെ വചനവും ഞങ്ങൾക്ക് വേണ്ടി നീ ഭാഗിച്ചു തന്ന നിൻ്റെ ശരീരരക്തങ്ങളും ഞങ്ങളുടെ ഊർജമായി തീരുവാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിലെ പ്രതിസന്ധികളാകുന്ന പാറകളിൽ തട്ടിത്തളരാതെ അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് നീരുറവയെ ഒഴുക്കിത്തരുവാൻ തക്കവണ്ണം പറയടിക്കുവാനുള്ള ആത്മബലം ഞങ്ങൾക്ക് തരണമേ. നിന്നെ ആരാധിപ്പാൻ തന്നെയല്ല, നിന്നോട് കലഹിക്കുവാനും നീ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, അവിടെ ഞങ്ങളുടെ സർവസ്വമായിരിക്കണമേ. ഇന്നല്ല സമയത്തിനായി സ്തോത്രം. വന്നുചേർന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും, അഭിനന്ദനായ തിരുമേനിയും വന്ദരായ പട്ടക്കാരെയും വിശ്വാസ സമൂഹത്തെ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് വാഴ്ത്തണമേ. പരിശുദ്ധ സഭയോട് കരുണ തോന്നണമേ. പ്രത്യേകിച്ച് ഞങ്ങളൊന്നായിരിക്കുന്ന ഈ വിശുദ്ധ ഇടവകയെ, ഈ മന്ദിരത്തെ കൂടുതൽ അവിടുന്ന് ശക്തീകരിച്ച് കർത്താവെ, ഇത് അങ്ങയുടെ ഭവനമായി ഇവിടേക്ക് വരുന്നവർ ഓരോരുത്തരും അവിടുത്തെ തിരുമുഖം കണ്ട് സന്തോഷിപ്പാൻ ഇടയാകുന്ന നിലയിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയുന്നതിനും ഇടയാക്കി തീർക്കണമേ. ഈ രാത്രി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ മയങ്ങുവാൻ, വിശ്രമിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുവദിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോഴും അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് കാവൽ ചെയ്യുന്ന ദൈവമാകുന്നുവല്ലോ. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവെ അവിടുന്ന് നൽകുന്നുവെങ്കിൽ അങ്ങയുടെ ആ സൗന്ദര്യമുള്ള മുഖം കണ്ടുകൊണ്ട് ഉണരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും സ്തോത്രവും നിരന്തരം കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ.